മലയാള സിനിമയ്ക്ക് ഒഴിവാക്കാനാവാത്ത നഷ്ടമായാണ് കലാഭവൻ മണി വിടവാങ്ങിയത്. മരണസമയത്ത് മണിയുടെ ശരീരത്തിൽ വിഷാംശമുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ഇതുവരെയും മരണകാരണം വ്യക്തമാക്കാൻ പോലീസിനായിട്ടില്ല. സിബിഐ അന്വേഷണം ഏറ്റെടുക്കാത്തതും ദുരൂഹതകൾ തുടരാനിടയാക്കി. നിറഞ്ഞു ചിരിപ്പിച്ചതിനൊപ്പം കരയിപ്പിച്ചും വില്ലത്തരം കാട്ടിയും കയ്യടി നേടിയ പ്രതിഭ താരമായപ്പോഴും ചാലക്കുടിക്കാരനായി ജീവിച്ച മനുഷ്യൻ. ഓട്ടോക്കാരനിൽ നിന്നുള്ള മണിയുടെ അതിവേഗ വളർച്ച പോലെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു 46-ാം വയസ്സിലെ മരണവും. സിനിമാ സുഹൃത്തുക്കളടക്കം പങ്കെടുത്ത് പാടിയിൽ നടന്ന ആഘോഷത്തിനൊടുവിൽ മണി രക്തം ഛർദ്ദിച്ച് അബോധാവസ്ഥയിലായി. ഒരു ദിവസത്തെ ചികിത്സക്കൊടുവിൽ മാർച്ച് 6-ന് രാത്രി 7 മണിയോടെ വിട പറഞ്ഞു. വിഷമദ്യമായ മെഥാനോൾ എങ്ങനെ ശരീരത്തിലെത്തിയതായിരുന്നു ദുരൂഹത. അവസാന നിമിഷങ്ങളിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളെ നുണപരിശോധനയ്ക്കടക്കം വിധേയമാക്കിയെങ്കിലും കൊലപാതകത്തിന്റെയോ ആത്മഹത്യയുടെയോ സാധ്യത കണ്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ത്യൻ നടനും ഗായകനുമായ മണി കലാഭവൻ കോമഡി ട്രൂപ്പിലൂടെ മിമിക്രി കലാകാരനായാണ് തന്റെ കരിയർ ആരംഭിച്ചത്. മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്തോ മലയാളത്തിൽ പറഞ്ഞാൽ മതി. തമിഴിലിട്ട് കത്താൻ നിന്നേ. തമിഴ് എനിക്കറിയാം. തമിഴ് എനിക്കറിയാന്ന് പറഞ്ഞാൽ ഞാൻ 3-5 മാസം ബോംബെയിലായിരുന്നു. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകൾ ഉൾപ്പെടെ 250-ലധികം സിനിമകളിൽ മണി അഭിനയിച്ചിട്ടുണ്ട്. ഗുരുവേ ശരണം. ನಾನು ಅವತ್ತೇ ಹೇಳಿದೆ ನಿನ್ನ ಹಣ ಬಲನ ನನ್ನ ಜನ ಬಲನ ಅಂತ. ಈಗೇನಾಯ್ತು? 1991 വിജയകാന്ത് അഭിനയിച്ച തമിഴ് ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകരനിലെ ഒരു ചെറിയ വേഷത്തിലൂടെ കലാഭവൻ മണി സിനിമാ മേഖലയിലേക്കുള്ള തന്റെ ആദ്യ ചുവടുവെച്ചു. എന്നാൽ 95-ലിറങ്ങിയ അക്ഷരം എന്ന മലയാള ചിത്രത്തിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി അഭിനയിച്ചുകൊണ്ടാണ് മണി തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. 5 രൂപയോ? വേഷം കെട്ടുന്ന 8 രൂപ. ശേഷം 96-ൽ പുറത്തിറങ്ങിയ ലോഹിതദാസ് സംവിധാനം ചെയ്ത സല്ലാപം എന്ന ചിത്രം മണിക്ക് ആദ്യത്തെ പ്രധാന വഴിത്തിരിവായി. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ് അകന്നു നിന്നാൽ പച്ചിലകാവ് അടുത്തു വന്ന തങ്കനിലാവേ. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പിച്ച വിജയം നേടിയതിനെ തുടർന്ന് നിരവധി സിനിമകളിലെ ഹാസ്യവേഷങ്ങൾ മണിക്ക് ലഭിച്ചു. ദില്ലിവാല രാജകുമാരൻ, മന്ത്രമോതിരം, ഗജരാജമന്ത്രം, കഥാനായകൻ, മായപ്പൊന്മാൻ, കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. തുടർന്ന് 1998-ൽ പുറത്തിറങ്ങിയ സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിലെ മോനായി എന്ന ഹാസ്യകഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെയാണ് മണി പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ പ്രശംസ പിടിച്ചുപറ്റിയത്. പ്രായപൂർത്തിയായി പെണ്ണുങ്ങളുടെ സ്ഥലത്ത് പോയി 2 പേരും കൂടി പോയി എന്താ ഡിവോൾഫിക്കേഷൻ ഓഫീസ് വന്നിരിക്കുക. സുരേഷ് ഗോപി, ജയറാം, മഞ്ജു വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സിബി മലയിലിന്റെയും രഞ്ജിത്തിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന ഈ ചിത്രം വൻ ഹിറ്റായിരുന്നു. നിരവധി ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിനു ശേഷം 1999-ൽ പുറത്തിറങ്ങിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ രാമു എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെയാണ് സ്വഭാവ വേഷങ്ങൾ ചെയ്യാനുള്ള മണിയുടെ കഴിവ് വെളിപ്പെട്ടത്. എന്റെ പാട്ട് കേട്ടിട്ട് ഇനി ആരെങ്കിലും 1-2 ലക്ഷം തന്നാലും ഞാൻ വേണ്ടെന്ന് പറയില്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നുമില്ല. എന്നാ തുടങ്ങട്ടെ. ഈ ചിത്രത്തിലെ അന്ധഗായകന്റെ വേഷം അദ്ദേഹത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡുകളിലും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിലും പ്രത്യേക ജൂറി അവാർഡ് നേടിക്കൊടുത്തു. ജെ പല്ലാശ്ശേരിയുടെ തിരക്കഥയിൽ വിനയന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം വർഷങ്ങൾക്കു ശേഷവും 2014-ലെ ഭരത് ഗോപി ഫൗണ്ടേഷൻ അവാർഡിനും മണിയെ അർഹനാക്കി. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ കേരളത്തിൽ നിന്നും ദേശീയ ചലച്ചിത്ര അവാർഡും പ്രത്യേക ജൂറി അവാർഡും നേടിയ ആദ്യത്തെ നടനായിരുന്നു മണി. കോമഡി വേഷങ്ങളും സ്വഭാവ വേഷങ്ങളും അവതരിപ്പിക്കുന്നതിനൊപ്പം നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളും ചെയ്യാൻ ഈ അവാർഡുകൾ മണിയെ സഹായിച്ചു. ആണും പെണ്ണും ചേർന്നതിന് മറ്റൊരു പേരുണ്ട്, അർദ്ധനാരീശ്വരൻ. സർവ്വസംഹാരത്തിന്റെ തണ്ടവമാടാൻ പോകുന്ന ശിവാംശമുള്ള അർദ്ധനാരീശ്വരൻ. ജയറാമിനെ നായകനാക്കി
TK രാജീവ് കുമാർ സഹരചനയും സംവിധാനവും നിർവഹിച്ച് 2001 പുറത്തിറങ്ങിയ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന ചിത്രത്തിലാണ് മണി ആദ്യമായിട്ട് വില്ലനായി അഭിനയിച്ചത്. കൃത്യനിർവഹണം എന്താണെന്ന് പഠിപ്പിച്ചു. അബ്കാരി കോൺട്രാക്ട് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറക്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസ് കൊണ്ട് പിടിപ്പിച്ചു. ഹലോ, അല്ല ഉടുപ്പി ഹോട്ടല്. എന്നാൽ അതേ വർഷം തന്നെ തിയേറ്ററിലെത്തിയ രാക്ഷസരാജാവ് എന്ന ചലച്ചിത്രത്തിലെ ഗുണശേഖരൻ എന്ന വക്രബുദ്ധിയും അഴിമതിക്കാരനുമായ രാഷ്ട്രീയക്കാരന്റെ വേഷപ്രകടനമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. മിടുക്കൻ, നീ രാക്ഷസനും രാമനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കലിക്ക്. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS ചേർക്കാൻ നിന്റെ തുറക്കില്ലടാ കമ്മീഷണറെ. ഹാസ്യപ്രതിച്ഛായയ്ക്ക് അപ്പുറത്തേക്ക് ഗൗരവവും തീവ്രവുമായ നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള മണിയുടെ കഴിവ് തിരിച്ചറിഞ്ഞതിനാലാണ് വിനയൻ തന്റെ ഈ ചിത്രത്തിലേക്ക് മണിയെ വില്ലനായി തിരഞ്ഞെടുത്തത്. അടുത്തടുത്തിറങ്ങിയ കാക്കക്കുയിൽ, മേഘസന്ദേശം എന്നീ ചിത്രങ്ങൾക്കിടയിൽ ഒരു അപ്രതീക്ഷിത വിജയചിത്രമായിരുന്നു കരുമാടിക്കുട്ടൻ. മാനസിക വെല്ലുവിളി നേരിടുന്ന കഥാപാത്രം അവതരിപ്പിച്ചതിന് മണിക്ക് ഏറെ നിരൂപ പ്രശംസയും വിനയനു മലയാളത്തിലെ മികച്ച സംവിധായകനുള്ള തന്റെ ആദ്യത്തെ ഫിലിം ഫെയർ അവാർഡും ലഭിച്ചു. ഒരു സമ്പന്ന കുടുംബാംഗമായിട്ടും ദരിദ്രനായി ജീവിക്കേണ്ടി വരുന്ന കുട്ടൻ ജനഹൃദയങ്ങളെ മുഴുവൻ കീഴടക്കി. മുതലാളി 15,000 മതി. ഈ പട്ടിയുടെ ഒരു ഭാഗ്യേ. നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഇങ്ങനെയുള്ള ആളുകളും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയായിരുന്നു സംവിധായകൻ വിനയന്റെ ലക്ഷ്യം. അടിച്ചു നിർത്തിയിട്ട് ചേക്കനോട് എന്താ പറഞ്ഞേ? യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം പകർന്നു നൽകിയ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം വൻ തരംഗമായിരുന്നു. മണി പാടി അഭിനയിച്ച ഗാനവും ഇതിൽ ഉൾപ്പെടുന്നു. മണിയുടെ ഗാനപ്രതിഭ വെളിവാക്കിയ ഒരു അവിസ്മരണീയ ഗാനമാണിത്. നടൻ ഹക്കിം റാവുത്തർ രചനയും സംവിധാനവും നിർവഹിച്ച് കലാഭവൻ മണിയെ മാത്രം കേന്ദ്ര കഥാപാത്രമാക്കി വർഷാവസാനം പുറത്തിറക്കിയ ഒരു പരീക്ഷണാത്മക ചിത്രമായിരുന്നു ദി ഗാർഡ്. ഒറ്റപ്പെട്ടതും ഇടതൂർന്നതുമായ ഒരു വനത്തിൽ അപ്പുക്കുട്ടൻ എന്ന ഫോറസ്റ്റ് ഗാർഡിന്റെ വേഷത്തിലാണ് മണി എത്തിയത്. കാട്ടിലെ നിവാസികളായ പക്ഷികളും മൃഗങ്ങളും ആയിരുന്നു അദ്ദേഹത്തിന്റെ സാധാരണ. ആയിരത്തി 1964 പുറത്തിറങ്ങിയ സുനിൽ ദത്തിന്റെ യാദേൻ എന്ന ചിത്രത്തിന് ശേഷം ഒരൊറ്റ നടനെ വെച്ചു മാത്രം മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഹക്കിം റാവുത്തറുടെ ഈ അരങ്ങേറ്റ ചിത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു. നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിനക്കൊരു വാലുണ്ട്, എനിക്ക് അതിനൊരു കുറവുണ്ട്. പറഞ്ഞു വരുമ്പോ നമ്മൾ അടുത്ത റിലേറ്റീവ്സ് ആയിട്ട് വരും. കാരണന്മാരൊരു ചൊല്ലുണ്ട്, ഇത് ഓൾഡ് ശങ്കരൻ ഓൾഡ് കോക്കനട്രി, പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോ തന്നെ. കഥാപാത്രത്തിന്റെ ഏകാന്തതയുടെയും പരിസ്ഥിതിയുമായുള്ള ഇടപെടലുകളുടെയും സൂക്ഷ്മതകൾ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയെ സ്വന്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തന്റെ കഴിവിനു മണിക്ക് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് ഈ ചിത്രത്തിനായിരുന്നു. 10 ഗുണം 10 ഗുണം നിന്റെ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ, ഞാൻ കാണിച്ചുതരാം. തൊട്ടു പിന്നാലെ ഇറങ്ങിയ വൺമാൻ ഷോ എന്ന ചിത്രത്തിലെ ജയറാമിന്റെ ഉറ്റ സുഹൃത്തും ജൂനിയർ അഡ്വക്കേറ്റുമായ പൊന്നപ്പൻ എന്ന ഹാസ്യകഥാപാത്രമായി മണി വീണ്ടും തിളങ്ങി. ഞാൻ ഒരു സത്യം പറയട്ടെ, എന്താ അയാൾക്ക് വട്ടാ ഒന്ന് കുഴിച്ചുമൂട്. ഞാൻ ജയേട്ടൻ ഞാൻ പോയി കുളിച്ചിട്ട് വരൂ. ഞാൻ ഹരിനാരായണ വട്ടം എന്നുള്ള കാര്യം എല്ലാവരും അറിയിച്ചിട്ട് വരാം. ജയേട്ടൻ ഒറ്റയ്ക്കല്ല, ജയേട്ടന് തുണയായി ജയേട്ടന്റെ കൂടെ എപ്പോഴും ഈശ്വരൻ ഉണ്ടാവും. നീയും ഉണ്ടാവും കൂടെ. നീ വീട്ടിലൊക്കെ ഒന്ന് പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് വാ. ഇനി പോകാൻ പറ്റുമോ ഇല്ലയോന്ന് ആർക്കറിയാം. ഒരു മറ്റേടത്തെ സോപ്പിലായി പോയി. പിന്നീടുള്ള വർഷങ്ങളിൽ പുറത്തിറങ്ങിയ വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ മാനസികരോഗ ചരിത്രമുള്ള അപ്പുണ്ണി എന്ന കമ്മാരന്റെ അഭിനയത്തിന് മണി ഒരിക്കൽ കൂടി പ്രശംസാപാത്രമായി. നടക്കുന്നു ഇതിനൊക്കെ നേക്കട്ട് ഒതുക്കാൻ പേടിത്തൂരൻ കുഞ്ഞേ.
തുടർന്ന് മലയാളി മാമനു വണക്കം എന്ന ചിത്രത്തിലെ സ്വഭാവവേഷം ഏറെ ശ്രദ്ധ നേടിയതോടെ കുബേരൻ, ബാംബു ബോയ്സ് എന്നീ കോമഡി സിനിമകൾക്ക് ശേഷം മണി തന്റെ ശ്രദ്ധ പൂർണ്ണമായും വില്ലൻ വേഷങ്ങളിലേക്ക് മാറ്റി. നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടി ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണ് നിന്നെ വീട്ടിൽ കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഓ, രക്ഷപ്പെട്ടു, പ്രശ്നമില്ലല്ലേ? എടാ സതിർത്തിയ, ഈ സെക്രട്ടറി സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരത്തെ നന്നാ മതി, പിന്നെ മാസം 1500 രൂപയും മതി. ഇനി നീ കുറച്ച് റെസ്റ്റ് ചെയ്യ്. This phone is out of range. Hey, this not reachable. www.comedy. എന്താണ് തമ്പുരാനറിയാ? ആദ്യം സലിം കുമാറിനെയാണ് കുബേരനിലെ വേഷത്തിലേക്ക് പരിഗണിച്ചതെങ്കിലും ഉയർന്ന അപകടസാധ്യതയുള്ള ശാരീരിക കോമഡി രംഗങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം പിന്മാറിയതുമൂലം ദിലീപാണ് മണിയെ ഇതിലേക്ക് നിർദ്ദേശിച്ചത്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തിൽ കയറ്റം കൊള്ളൂല്ലേ? കലാഭവൻ മണിയോടൊപ്പം സഹോദരൻ RLV രാമകൃഷ്ണൻ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച ചിത്രമായിരുന്നു ബാംബു ബോയ്സ്. ഹലോ, മനസ്സിലാവണ ഭാഷ പറ. വെള്ളിത്തിര, പാലേറ്റൻ, പട്ടാളം, വാർ ആൻഡ് ലവ് എന്നീ ശ്രദ്ധേയമായ സിനിമകൾക്കു ശേഷം 2004 പ്രിയദർശൻ സംവിധാനം ചെയ്ത വെട്ടം എന്ന സ്ക്രൂബോൾ കോമഡി ചിത്രത്തിലൂടെ മണി വീണ്ടും ഹാസ്യവേഷത്തിലെത്തി. അദ്ദേഹത്തിന്റെ അവസാനത്തെ ശ്രദ്ധേയമായ ഹാസ്യചിത്രമായിരുന്നു ഇത്. മണി ആദ്യമായി ഒരു ആക്ഷൻ ഹീറോ പരിവേഷത്തിൽ എത്തിയ ചിത്രമായിരുന്നു അനിൽ സി മേനോൻ സംവിധാനം ചെയ്ത ബെൻ ജോൺസൺ. 2005 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. തുടർന്ന് ലോകനാഥൻ IAS, ചാക്കോ രണ്ടാമൻ, കിസാൻ, പായിമ്പുലി, റെഡ് സല്യൂട്ട് തുടങ്ങിയ സിനിമകളിൽ സമാനമായ നായക വേഷങ്ങൾ അവതരിപ്പിച്ച മണിയെ ബോക്സ് ഓഫീസ് പരാജയങ്ങൾക്ക് സാക്ഷിയാക്കി. എങ്കിലും പൗരൻ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ കോമളിന്റെയും അനന്തപുത്രത്തിലെ അന്ധനായ ആയോധനകലാ മാസ്റ്റർ ചെമ്പൻ ഗുരുക്കളുടെയും അഭിനയത്തിന് മണി പ്രശംസനാതീതനായിരുന്നു. എന്നെ ഒരിക്കൽ ഞാൻ വെറുതെ വിട്ടു, അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ അബദ്ധം. 2007 ഇറങ്ങിയ ലാലേട്ടന്റെ സിനിമ ഛോട്ടാ മുംബൈയിൽ മലയാളത്തിലെ ഏറ്റവും വലിയ വില്ലൻ കഥാപാത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന നടേശൻ എന്ന കഥാപാത്രത്തെയാണ് മണി അവിസ്മരണീയമായി അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിന് ആ വർഷത്തിലെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിലും 2008 വനിതാ അവാർഡ്സിലും മികച്ച വില്ലനുള്ള പുരസ്കാരം മണിക്ക് ലഭിച്ചു. ആദ്യം നിന്റെ അനിയനെ പൊക്കും, പിന്നീട് അവനെ കൊണ്ട് തന്നെ നിന്റെ എല്ലാ കഥകളും ഞാൻ പറയിപ്പിക്കും. അവനെ പൊക്ക മാത്രം ചങ്കുറപ്പ് നിനക്കുണ്ടടാ. കൊണ്ടടാ, എങ്കി വന്ന് പൊക്കടാ. ഒരേ സമയത്ത് 4 വ്യത്യസ്ത കഥാപാത്രങ്ങളായെത്തിയ ജയറാം ചിത്രത്തിൽ സ്വന്തം പ്രതിച്ഛായയിൽ തന്നെ മണി എത്തി. വൈകി പുറത്തിറങ്ങിയ ചലച്ചിത്രമായിരുന്നു 2008 മാജിക് ലാമ്പ്. പ്രേക്ഷകരെ വീണ്ടും കണ്ണീരണിയിച്ച മണിയുടെ ചിത്രമായിരുന്നു 2009 നിരൂപ പ്രശംസ നേടിയ 1000-ൽ ഒരുവൻ എന്ന കുടുംബ ചിത്രം. കൊല്ലാനുള്ള കയറന്നെയായിരുന്നു. സ്നേഹത്തിൽ രൂപത്തിൽ വന്നു ദൈവം 1000-ൽ ഒരുവൻ. പിന്നീട് മണി പ്രധാന വേഷങ്ങളിൽ എത്തിയ ഓറഞ്ച്, പുള്ളിമാൻ, ബ്ലാക്ക് സ്റ്റാലിയൻ, കാൻവാസ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ മിക്കതും ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു. എന്നാൽ 2012 മണി വീണ്ടും ഒരു ഗ്യാങ്സ്റ്ററായി എത്തിയ അമൽ നീരദിന്റെ മൾട്ടിസ്റ്റാർ ക്രൈം ഡ്രാമയായ ബാച്ചിലർ പാർട്ടി തുടക്കത്തിൽ സമ്മിശ്ര നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെങ്കിലും പിൽക്കാലത്ത് വലിയൊരു ആരാധകവൃന്ദത്തെ നേടിയെടുത്ത ചിത്രമായി മാറി. വരട്ടെ, എന്നിട്ട് അവസാനിപ്പിക്കാം. ൽ പുറത്തിറങ്ങിയ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം ആമേൻ, മാജിക്കൽ റിയലിസം, സംഗീത ഘടകങ്ങൾ, ഊർജ്ജസ്വലമായ ഛായാഗ്രഹണം, അസാധാരണമായ കഥപറച്ചിൽ എന്നിവയുടെ സവിശേഷമായ മിശ്രണം കൊണ്ട് ശ്രദ്ധേയമാണ്. ഞാൻ ഇവിടെ തന്നെ വായിച്ചു ജയിക്കുന്നത് എനിക്ക് മുന്നേ കേൾക്കണം.
ഇതിലെ കലാഭവൻ മണിയുടെ ലൂയി പാപ്പൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വേറിട്ടതും പ്രശംസനീയവുമായ വേഷങ്ങളിൽ ഒന്നായിരുന്നു. യാത്ര ചോദിക്കാതെ, പോയി മറഞ്ഞു പറയാതെ, ശേഷം തമിഴിൽ പുതുസാ നാൻ പൊറന്തേൻ എന്നിവയാണ് 2016 പുറത്തിറങ്ങിയ മണിയുടെ മരണാനന്തര ചിത്രങ്ങൾ. മലയാളത്തിലെ ഹാസ്യവേഷങ്ങളിൽ നിന്ന് തമിഴിലെ തീവ്രമായ വില്ലൻ കഥാപാത്രങ്ങളിലേക്കുള്ള വിജയകരമായ മാറ്റം മണിയുടെ വൈദഗ്ധ്യം പ്രകടമാക്കുകയും സ്വന്തം സംസ്ഥാനത്തിന് പുറം അദ്ദേഹത്തിന് ബഹുമാനം നേടിക്കൊടുക്കുകയും ചെയ്തു. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് മണിക്ക് വലിയ ശ്രദ്ധ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു 2002 വിക്രം നായകനായി പുറത്തിറങ്ങിയ ജെമിനി. ഈ ചിത്രത്തിലെ തേജ എന്ന കഥാപാത്രം മികച്ച വില്ലനുള്ള തമിഴ് ഫിലിംഫെയർ പുരസ്കാരവും ആദ്യത്തെ അന്താരാഷ്ട്ര തമിഴ് ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. ഈ 2 ചരിത്ര നേട്ടങ്ങൾ ആദ്യമായി സ്വന്തമാക്കിയതും കലാഭവൻ മണിയാണ് എന്നത് മലയാളികൾക്ക് അഭിമാനകരമാണ്. മലയാളത്തിൽ നായകനായും സ്വഭാവ നടനായും തിളങ്ങി നിന്ന മണിക്ക് തമിഴ് സിനിമയിലെ മുൻനിര വില്ലന്മാരിലൊരാളായി മാറാൻ ഈ ചിത്രം വഴിയൊരുക്കി. ദൃശ്യം എന്ന മലയാള ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച വേഷം 2015 പാപനാശം എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അതിലെ കോൺസ്റ്റബിൾ പെരുമാൾ എന്ന കഥാപാത്രത്തെ മണി വളരെയധികം മികവുറ്റതാക്കി. അത് വേണ്ടാ, ഉനക്ക് തെരിഞ്ഞ ഉണ്മയെല്ലാം എന്റെ ചൊല്ലിரு. ഇല്ലനാ അവങ്ങൾ അടിച്ചു കൊണ്ടുവാ. മലയാളത്തിൽ മാത്രം 150-ലേറെയും തമിഴിൽ 30-ലധികവും ചിത്രങ്ങളിൽ അഭിനയിച്ച മണി കന്നഡ, തെലുങ്ക് ഭാഷകളിലും നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കലാഭവൻ മണിയുടെ ജീവിതത്തെ ആസ്പദമാക്കി വിനയൻ സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ മലയാള ബയോപിക് ചിത്രമാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി. അഭിനയത്തിനുമപ്പുറം ഭാഷാതീതമായ സംഗീത പ്രതിഭ കൂടിയായിരുന്ന മണി നാടൻ പാട്ടുകളിലൂടെയും ഗാനമേളകളിലൂടെയും ദക്ഷിണേന്ത്യയിലുടനീളം ഒരു തരംഗം സൃഷ്ടിച്ചിരുന്നു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട, ഓമന പൂമുഖം പാടിടേണ്ട, ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. അറുമുഖൻ വെങ്കിടങ്ങിന്റെ വരികളിൽ നിരവധി ഭക്തിഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും മണി ആലപിച്ചിരുന്നു. അമ്മയുടെ പോലെ ഞാൻ നിക്കാതെ ചെയ്തിട്ടാകെ കുഴപ്പത്തില്ല, അവൾ പല തേടിക്കൂല, മുറ്റമടിക്കൂല, പല്ലുകൂടി തയ്ക്കൂല. മണിയെ നാടൻ പാട്ടുകളുടെ സുൽത്താനാക്കിയ ആദ്യത്തെ പ്രധാന ആൽബമായിരുന്നു കണ്ണിമാങ്ങ പ്രായത്തിൽ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ മുന്നാരെ. 90കളുടെ അവസാനത്തിൽ കാസറ്റ് വിപണിയിൽ റെക്കോർഡ് വിൽപ്പന നേടിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ആൽബങ്ങളിൽ ഒന്നാണിത്. എന്റെ മുന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു. 2010 ഇറങ്ങിയ തമിഴ് സയൻസ് ഫിക്ഷൻ ചിത്രമായ എന്തിരനിൽ ഐശ്വര്യ റായ്, രജനീകാന്ത് തുടങ്ങിയ പ്രമുഖ താരങ്ങളോടൊപ്പം സ്ക്രീൻ പങ്കിട്ടത് മണിയുടെ കലാജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു. കാരണം അവരുടെ ഊഷ്മളമായ പെരുമാറ്റവും സംവിധായകൻ ശങ്കർ തനിക്ക് വേണ്ടി മാത്രം ഷൂട്ടിംഗ് പുനഃക്രമീകരിച്ചതുൾപ്പെടെയുള്ള അനുഭവങ്ങൾ മണി പല അഭിമുഖങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട്. ഹായ് ക്ലാബ് മണി സാർ, ഹൗ ആർ യു? ഐ ആം വെരി ഫൈൻ. ഐ സീ ദാറ്റ് യുവർ മൂവി. ആൻഡ് ദിസ് മൂവി വസന്തിയും ലക്ഷ്മിയും പിന്നെ നാനും. വെരി ഗുഡ് മൂവി. താങ്ക് യു മാം. ആവശ്യക്കാർക്ക് അത്താണിയായിരുന്ന മണിയുടെ ജനകീയ തിരിച്ചറിഞ്ഞ് 2016 അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. സർക്കാർ പുരസ്കാരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുമായിരുന്നെങ്കിലും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരങ്ങളെക്കാൾ വിലകൽപ്പിച്ച മണിയുടെ വിനയമാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കി മാറ്റിയത്. എന്നെ ഈ നിലയിലെത്തിച്ചത് പിന്നെ എന്റെ ചാലക്കുടിക്കാരൻ. കേരളത്തിലെ കലാസമൂഹത്തിന് മണി നൽകിയ സംഭാവനകൾ കാലത്തെ അതിജീവിച്ച് നിലകൊള്ളും. അദ്ദേഹത്തിന്റെ ഗാനങ്ങളും സിനിമകളും എന്നും ഓർമ്മിക്കപ്പെടും. ബൈക്കുച്ചാണ്ട് പാണം കത്തണുമാ, പഴ
കരല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണു. കലാഭവൻ മണി ഒരു വ്യക്തിയല്ല, മറിച്ച് മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരനുഭവമാണ്. ഏതൊരു മീനിന്റെ ജെട്ടി ഉരി പോകുന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കഡ് ഫിഷേഴ്സ് ജെട്ടി ഇട്ട് നടക്കൂ. ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ എനിക്കുള്ളൂ. മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ തേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നുങ്ങേ